ഒരു 3 ആള് കണ്ണ് നിറഞ്ഞൊരു ഡെലിവറി കേട്ടോ. ആനന്ദക്കണ്ണീര് അല്ലേ? ഇന്നേ ഒരു സ്പെഷ്യൽ ഡെലിവറി കേട്ടോ. നല്ല രസമുള്ളൊരു ഡെലിവറി വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇദ്ദേഹേ കണ്ണൂരിലെ ആളാണ്. നിങ്ങളെ പേരെന്ന് പറഞ്ഞാൽ ഷിയാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല മയത്ത് വണ്ടി കയറി വന്നതാണ്. അതായത് ഷിയാന്റെ ജ്യേഷ്ഠന്റെ സുഹൃത്തുവാ അനിയന്. അതായത് ഇപ്പൊ രണ്ടാളും ജ്യേഷ്ഠ. അപ്പൊ ഷിയാന്റെ 2 ജ്യേഷ്ഠന്മാര് നമ്മൾ അപ്പുറത്തെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ ഷിയാൻ്റെ വീട്ടിൽ നിന്ന് ഇവർ രണ്ടാളും വണ്ടി എടുക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്നാട്ടോ. ഷിയാനോട് ചോദിച്ചു ഇജ്ജ് പോരുന്ന വണ്ടി ഡെലിവറി എടുക്കാൻ സഫാരി കാർസ്ക്ക്. ഷിയാൻ 2 ദിവസം കഴിഞ്ഞാൽ സൗദി പോകേണ്ട ആളാണ്. അപ്പോൾ സിയാൻ്റെ 2 ജ്യേഷ്ഠന്മാരുടെ ഇയാൾ പറഞ്ഞു ഞാൻ അല്ല നിങ്ങൾ പൊക്കോ അല്ലേ, നിങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ആൾ ഇവിടെ വന്ന് ഇന്നോവയൊക്കെ എടുത്ത് അവിടെ ഓഫീസിൽ എഗ്രിമെന്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വിളിച്ചിരുന്നു ഉപരി? ഇപ്പം വിളിച്ചു ഞാൻ പറഞ്ഞു വീട്ടിലാണല്ലേ. പോല് സിയാനിപ്പോ വിളിച്ചിരുന്നു എവിടെ ഇല്ല ചോദിച്ചു. അപ്പൊ സിയാൻ പറഞ്ഞു ഞാൻ വീട്ടിലാണ് പറഞ്ഞാണ്ട് വെച്ചിട്ടാണ്. വീട്ടില് സർപ്രൈസ് എല്ലാം സെറ്റാക്കിയൊക്കെ പറഞ്ഞു. അവര് വണ്ടി വരുന്നുണ്ട് എല്ലാം സെറ്റാക്കിയൊക്കെ നമ്മള് ഡെലിവറി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വീട്ടിൽ സർപ്രൈസ് സെറ്റാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് ഒരിക്കലും അവിടെ ഉള്ള 2 ആൾക്ക് അറിയില്ല സിയാൻ അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ പോകുന്നത്? അവര് പോകുന്നതിന് കഴിഞ്ഞതിന്റെ ശേഷം അവര് സുബൈക്ക് വിട്ടിന്. ഞാൻ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് 6 മണിക്ക് വിട്ട് നേരെ വന്ന്. അപ്പൊ ഇവിടെ ആരെങ്കിലും കണക്ട് ചെയ്ത് നിങ്ങള്? ഇവിടെ അഫ്ലൂൻ അടിച്ചിട്ട് എല്ലാം സെറ്റാക്കിയാണ്. അതാണ് അഫിനോട് വന്ന് പറഞ്ഞത്. അപ്പൊ പുസ്തോ ഈ ഓഫീസിന്റെ ഡോർ ഒരിക്കലും തുറക്കണ്ട അവിടെ നിന്നോട്ടോ, മറ്റേ 2 ആൾ ഇതിന്റെ ഉള്ളിൽ കയറ്റല്ലേ. ഇതൊക്കെ മോനെ അപ്പൊ നമ്മള് സർപ്രൈസ് ഡെലിവറി കൊടുക്കാൻ പോവല്ലേ. ഇനി എന്താ ഈ ഐഡിയ പ്ലാൻ ചെയ്യേ? ഇതൊക്കെ എന്തൊക്കെ ഐഡിയ പറഞ്ഞിരുന്നു? ഈ കാക്കു ഇപ്പൊ വിളിച്ച് ചോദിച്ചോ, ഹലോ ഞാൻ വീട്ടിലാണ്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരട്ടെ. അപ്പൊ എന്താ പറയണേ നോക്കാം. ഡെലിവറി ഉണ്ടാവുമ്പോ ഞങ്ങൾ സത്യത്തിൽ പുറത്തുനിന്ന് ഇറങ്ങി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഔങ്ങി കുത്തിരിക്കാണ്. നിങ്ങൾ വിളിച്ചു നോക്കി എന്താ ഈ ഡെലിവറി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി. ഞാൻ എത്താൻ പറ്റുമോ നേരം ഉണ്ടോ ചോദിച്ചു വരാൻ പോതില്ലായിരുന്നു. എന്തായി എടുത്ത് എപ്പ എത്താ? മേമ്പാ ഇവിടെ എല്ലാം സെറ്റാക്കിന്. ഓള് താഴെ ഞാൻ മേലെയാ ഉള്ളത്. ഇച്ചുമ്മ മേലെയാ ഉള്ളത്. ആമനെ പിന്നെ എവിടെ മഞ്ചേരി എത്തിക്കണ്, വണ്ടി ഡെലിവറി എടുത്തിട്ടില്ല. മഞ്ചേരി എത്തിക്കണത്. അതായത് ഇയാളുടെ വീട്ടിലൊക്കെ സെറ്റാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഉപ്പ് പൊളിക്കുക. ഏതായാലും ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ എന്തായാലും അന്നം പോടും. കാരണം ഇദ്ദേഹത്തോടെ പച്ച കള്ളം പറഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ ഇതെന്താ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്ട കാരണം? അത് ഒന്നുമില്ല, സർപ്രൈസ് കൊടുക്കണമെന്ന് തോന്നി. അവരൊന്ന് നെട്ടിക്കണം തോന്നി. നെട്ടിക്കാം നമുക്ക്. നിങ്ങളിപ്പോൾ നമ്മളുണ്ടല്ലോ അല്ലേ, ഇതൊക്കെ നമ്മൾ നെട്ടിക്കൂലേ. ഞാനും സെക്കുമ്പോൾ ഞങ്ങൾക്ക് ഡെലിവറി തന്നെ. ഇത് നമുക്ക് മൈക്ക ഇയാളെ ഉള്ളിൽ പാത്താക്കാം അല്ലേ, അല്ലെ ഇവിടെ ഇപ്പോൾ കാണുമല്ലോ ഇവിടെ വെക്കാം നമുക്ക് മൈക്ക. അപ്പേ ഇനിയൊക്കെ സംഭവിക്കുന്നൊക്കെ നാച്ചുറൽ സംഭവങ്ങളേക്കാരം. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ രസത്തിലെടുത്തതാണ്. പിന്നെ ഓരോ വാഹനം വാങ്ങിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന സന്തോഷ മുഹൂർത്തങ്ങൾ, അതേപോലെ ജ്യേഷ്ഠാനിയന്മാരിലെ ബന്ധത്തിൽ ജ്യേഷ്ഠന് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ഒക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ. നിങ്ങൾ സൗദിയിൽ എവിടെയാണ്? ദമാമിലല്ലേ. ഇപ്പം ലീവിലേന് ലീവ് കഴിഞ്ഞ് പോവാറായി. എന്നാ പോണ്? മറ്റന്നാൾ പോവാണ് അല്ലേ. അപ്പൊ ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിലും അവിടെ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി. തിന്നു ഞാൻ തന്നെ സർപ്രൈസ് വെച്ച് പൊളിച്ചോ? ചിലപ്പം പോയാ സർപ്രൈസ് പൊളിച്ചു. ജക്കിക്ക് പുതിയ കാറൊക്കെ വന്നു കാണിച്ചെടുത്താ. പാട്ടൊക്കെ ഉണ്ടാവും, കാണിച്ചരാ. ഇതേതാ വണ്ടി? ഇത് ലംബോർഗിനി. ഇത് റോൾസ് റോയ്സ്. ഇതിന്റെ ഡോറൊക്കെ തുറന്ന് കാണിച്ചു. ഈ ഡോറൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചരാ. ഇതിനൊക്കെ ഡോറ് പറയില്ലേ? ഇതൊക്കെ ഡോറ് പറയും. ഇത് നമുക്ക് ഒറിജിനൽ വാങ്ങണ്ടേ റോൾസ് റോയ്സ്? ഒറിജിനൽ വാങ്ങണം. ഇതേതാ വണ്ടി? ലംബോർഗിനി.
കൈയ്ക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ലംബോർഗിന്റെ കൂടെ ഒക്കെ തുറക്കാൻ പറ്റും. അതെ. പിന്നെ വാ. ഇജ്ജൊരു പാട്ടടി കൊടുക്കോ? ആ. ഈ കാക്കുന് എന്നൊരു പാട്ടടി. കേരളം എന്നൊരു നാട് കേത്ത് പൊരിക്കും നാട് കാടും മേടും പൂത്തു ചരിക്കും കേരളം എന്നൊരു നാട് കുയിലുകൾ കൂകും നാട് മയിലുകൾ ആടും നാട് കേരളം എന്നൊരു നാട് മാവേലി വാഴുന്നൊരു നാട് പൂവുകൾ ഉണരും നാട് പൂമഴ പെയ്യും നാട് ദൈവത്തിൻ പ്രിയനാട്. അടിപൊളി. അപ്പൊ കേരളത്തിനെ പറ്റി അതിമനോഹരമായ കുട്ടി പാടി അല്ലേ? ഹിക്കാരി ഡിക്കാരി ഡോൺ and mouse and up the clock clock's the one and mouse and down hickory dickory dock and mouse and up the clock's the two mouse and down but the few. അപ്പോൾ നമ്മളേ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡെലിവറിയാണ്. കണ്ണൂർക്കാർക്കുള്ള ഡെലിവറിയാണ്. ഇന്നോവയാണ് ഇന്ന് നമ്മൾ കൈമാറാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കസ്റ്റമറോട് എത്തിയിട്ടുണ്ട്. ആദ്യം അവരെ പരിചയപ്പെടുത്തിയിട്ട് തന്നെ തുടങ്ങല്ലേ ചെക്കോനെ? ആ, എന്താ പേര്? അൻസാർ. സ്വാഗതം, സഫാരി കാർസിലേക്ക് സ്വാഗതം. നിങ്ങളെ പേര്? നിസാം. നിസാം. രണ്ട് ബ്രദേഴ്സാണ് അല്ലേ? ഏട്ടാനിയന്മാരാണ്. സന്തോഷം. എപ്പോൾ പോന്നു കണ്ണൂരിൽ നിന്ന്? രാവിലെ 6 മണിക്കൂർ. 6 മണിക്കൂർ. രണ്ടാളും നാട്ടിൽ തന്നെയാണോ? ഒരു വീട്ടിലാണ്. ഒരു വീട്ടില്. ആ, അത് ശരി. പുറത്ത് ജോലി ചെയ്യണത്? ഞാൻ ഖത്തറിലാണ്. നിങ്ങൾ പഠിക്കുകയാണ് അല്ലേ? ആ, അത് ശരി. എത്ര മക്കളാ അപ്പം നിങ്ങൾ? നമ്മള് 4 ആള്. 4 ആളുണ്ടല്ലേ? ആ, ബാക്കിയുള്ളവരൊന്നും പോകുന്നില്ല? കൂട്ടിയില്ല അല്ലേ? നാട്ടിൽ പോയി കാണാലോ. ശരി, സന്തോഷം. നമുക്ക് ഡെലിവറിയിലോട്ട് പോവാം അല്ലേ? ആ, അപ്പോൾ ഇപ്പം നാട്ടിൽ വേറെ അനിയന്മാരുണ്ട് അല്ലേ? ആ, ശരി. നമുക്ക് പിന്നെ എന്ത് നാട്ടിൽ വേറെ എത്ര അനിയന്മാരുണ്ട്? ആ, നാട്ടിൽ വേറെ എത്ര അനിയന്മാരുണ്ട്? ഒരു അനിയനെ കൊണ്ടുവരാതെ പോയി നിൽക്കണമല്ലോ കേട്ടോ. നമുക്ക് ഇവർക്കാണ് ചാവി കൊടുക്കാം. അപ്പം ഇന്ന് ആരാ ചാവി കൊടുക്കണ്? അല്ല, ഇന്ന് ചാവി വരാൻ ഞങ്ങളൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആ, മൂപ്പരെ ഒന്ന് വിളിച്ചോ. മൂപ്പരെ കൊണ്ട് കൊടുക്കാം. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഒരു ഗസ്റ്റ് കൊടുക്കട്ടെ അല്ലേ? ഡെലിവറി നിങ്ങൾ ഇങ്ങോട്ട് ഇരിഞ്ഞോളി. ഇങ്ങനെ ഫ്രണ്ടിക്ക് അതിങ്ങനെ വന്ന് ഇങ്ങനെ നിങ്ങൾ ഇവിടുന്നോളെ. മൂപ്പരെ സെലിബ്രിറ്റിയാണ്. നമ്മളിങ്ങനെ നോക്കിക്കാണ്. ക്യാമറയ്ക്ക് പോയിക്കോളൂ. നിങ്ങൾ ക്യാമറയ്ക്ക് ഫ്രണ്ട് കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് വലിയ സൂചനയുണ്ട്. ഒരു സെലിബ്രിറ്റിയാണ് നിങ്ങൾക്ക് ഡെലിവറി തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആളേക്കാരൻ. ആരെയൊരു സൂചന ഉണ്ട്? നമുക്ക് വേണ്ടപ്പെട്ട ആ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട് നമുക്കൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ എല്ലാ ക്ലൂ. നിങ്ങളെ പേരല്ല? അൻസാർ അല്ലേ? സർപ്രൈസ് പാള്. ഇതൊക്കെ ഉണ്ട്. രാവിലെ എപ്പോഴാ പോകുന്നത് നിങ്ങള്? ഞാൻ 6 മണിക്ക്. 6 മണിക്ക്. നിങ്ങളെ ബാക്കിൽ തന്നെ ആള് പറഞ്ഞത് കിളി ഇവരെക്കാട്ടി മുമ്പ് വരണ വിചാരിച്ചാ. ഇവര് എന്നെ വിളിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇവർക്ക് സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്. അപ്പൊ ഇവരെക്കാട്ടി മുമ്പ് വരണ വിചാരിച്ചാൽ ഇവര് രാത്രിക്ക് ഇങ്ങോട്ട് വരുമ്പോ പ്ലാൻ ഇട്ട് നമുക്ക് സുബൈക്ക് പോവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വെച്ച് ഇവര് സുബൈക്കല്ല എന്റെ പ്ലാൻ നടക്കൂലോ. ഇനി ഇവര് പോയി കഴിഞ്ഞ് പോവാന്ന് 3 വട്ടം വിളിച്ചിരുന്നു. പിന്നെ അഫിലെല്ലാം സെറ്റ് ആക്കിയിരുന്നോണ്ട് ഇതിന്റെ ബാക്കിൽ ഫുള്ള് പ്രവർത്തിച്ചാണ്. ഇത് കണ്ടവരെ സെറ്റാണല്ലേ? ആ, അപ്പൊ അഫി ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടുകൂട്ടരും ഒരിക്കൽ ഇവരറിയാതെ, രണ്ടാളും അറിയാതെ എനിക്ക് ഇതിലെ സർപ്രൈസ് ആയി. അതാ ഇവൻ ചോദിച്ചു. ഒരു അനിയനുണ്ടല്ലോ. സർപ്രൈസ് പൊളിക്കാത്ത ഭാഗ്യം. അവിടെ ഇടയ്ക്ക് ഓരോ സർപ്രൈസ് പൊളിച്ചിട്ടുണ്ട്. അടുത്തേക്ക് വരാം. കൊടുത്ത സർപ്രൈസ് ഞാൻ പൊളിച്ചെഴുതിയതാണ്. പക്ഷെ അബ്ബന്റെ ഓഫീസിൽ നിന്ന് പൊട്ടില്ല. ഓരോ ഓഫീസിലിട്ട് പൂട്ടിയോണ്ട് രക്ഷപ്പെട്ടു അല്ലേ? അപ്പൊ ഈ കാക്കൾക്ക് കൊടുത്ത സർപ്രൈസ് എങ്ങനെയുണ്ട് ഇപ്പോ? അടിപൊളി. അടിപൊളിയായില്ലേ?
അപ്പൊ സന്തോഷമായി. എന്താ ഈ ഒരു മുഹൂർത്തത്തിൽ പറയാല്ലേ? സൂപ്പർ. നേരത്തെ വിളിച്ചപ്പോ മഞ്ചേരി എന്നൊക്കെ പറഞ്ഞ് പണിയെടുക്കാൻ വേണ്ടി നേരത്തെ എത്താൻ വേണ്ടിട്ടില്ലേ? വിളിക്കാൻ പറഞ്ഞു മഞ്ചേരിയില്. ഞാൻ ഒന്ന് വിളിപ്പിച്ചതാണ്. അതെ സഖ്യ വിളിച്ചാ പറഞ്ഞു അല്ലേ? അതെ നമുക്ക് ഒരു 3 ആള് കണ്ണ് നിറഞ്ഞൊരു ഡെലിവറി കേട്ടോ. ആനന്ദക്കണ്ണീര് അല്ലേ? എന്താ പാലക്കാടിന്റെ പരിപാടിയാണ്. അതെ 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 എന്തായാലും സെറ്റപ്പ് ഓനെല്ലാം സെറ്റാക്കി തന്ന ആദ്യം. അതുകൊണ്ട് പിന്നെ എല്ലാം സ്മൂത്തായി. നമ്മളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ട്രെയിൻ നമ്മളുണ്ടായിരുന്നു. 8 മണിക്കാട്ടോ. 8 അനിയ ശരിക്കും തെറ്റിച്ചല്ലേ? ഇതിന് മുന്നേ എങ്ങനെ സർപ്രൈസ് കിട്ടിക്കണോ? ഇല്ലല്ലേ? ചെറിയൊരു ഉടായ്പ മണത്തിന് സ്വിച്ച് ഓഫ് മൂപ്പരുത്. അപ്പൊ നിങ്ങള് ഉടായ്പ പണിത്ത ശരിക്കും അവിടെ എന്തെങ്കിലും പണി വിളിച്ചോന് ഉമ്മാനെ സെറ്റാക്കിയൊക്കെ വണ്ടി വരുന്നുണ്ട്, ഉമ്മാനോട് പറയാന്ന് പറയാം. ഞാൻ എടുത്തിട്ടുണ്ട്, ഉമ്മാനോട് പറയാന്ന് പറഞ്ഞു. അത് ശരി. അടിപൊളി. ഉപ്പ നാട്ടിലുണ്ടോ? സൗദിയിലാ? ഏതായാലും ഉപ്പാക്കും സന്തോഷിക്കും അങ്ങനെ ഒരു 3 മക്കള് ഒത്തൊരുമയോടുകൂടി ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ. അപ്പോൾ ഉപ്പാക്ക് ഡെലിവറിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലേ? അപ്പോൾ നമുക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അതെ അതെ അതെ. സന്തോഷം. എന്താ ഉപ്പാൻ്റെ പേരെന്താ? ഇസ്മായിൽ ഹാജി. നല്ല അഭിപ്രായം. പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് എല്ലാം കറക്റ്റ് ചെയ്താന്ന് പറഞ്ഞ പോലെ എല്ലാം അടിപൊളിയായി ചെയ്തന്നെ. ഓക്കെ, എന്താ പറയല അനിയൻ നെട്ടിച്ച് സന്തോഷം. എന്താ പറയല നിങ്ങൾ കരുതിയ സർപ്രൈസ് കറക്റ്റ് നടന്നില്ലേ? ഫുള്ള് സെറ്റ് ഒന്നും പറയാല്ലോ അല്ലേ? മാഷാ അല്ലാ. ഏതായാലും മൂപ്പരൊരു ആഗ്രഹമായിരുന്നു ജ്യേഷ്ഠന്മാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. അത് അതിഗംഭീരമായി തന്നെ നടന്നു അല്ലേ? ഒരിക്കലും ഒരു സൂചന പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പോലെ മുഖത്തുണ്ടായ എക്സ്പ്രഷൻ വന്നത്. അതെ അതെ അതെ. തീരെ എക്സ്പെക്ടേഷൻ ഇല്ല. ഇല്ല നേരത്തെ വിളിച്ചപ്പോ പെങ്ങൾക്ക് ഫോൺ കൊടുക്ക്, മോന് ഫോൺ കൊടുക്ക്, ആരെ കുട്ടിക്കാരനെ. ഏതായാലും ഈ ഒരു ഒരുമി സ്നേഹം ഒക്കെ ഒന്നും ദൈവം നിലനിർത്തട്ടെ, കുറച്ചോ നിലനിർത്തട്ടെ.